ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗോ ചാർട്ടിംഗ് 5 പൈസ ക്രിട്ടിക്കൽ ടെക് പവേർഡ് ബൈ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രാത്രിയാണ് നമ്മുടെ ട്രംപിന്റെ ഡെഡ് ലൈൻ തീരുന്നത്. സോ ഇന്ന് രാത്രി അദ്ദേഹം എന്ത് പറയുന്നു, ആ മഹാനുഭാവൻ എന്ത് പറയുന്നു എന്നനുസരിച്ചായിരിക്കും നാളെ നമ്മുടെ മാർക്കറ്റൊക്കെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. സോ എന്നത്തെ പോലെ വേണമെങ്കിൽ നാളെയും ഒരു ഗ്യാപ്പിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ വേണം. ഒന്നുകിൽ ഐദർ ഇന്ന് ഗ്യാപ് ഡൗണിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതല്ല, ഐദർ ഗ്യാപ് ഡൗണോ ഓർ ഗ്യാപ്പ് അപ്പോ, അങ്ങനെയുള്ള ഒരു പ്രതിഭാസമാണ് ഇപ്പൊ കഴിഞ്ഞ ഒരു മാസമായിട്ട് യുദ്ധം തുടങ്ങിയതിനു ശേഷം നമ്മുടെ മാർക്കറ്റിൽ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്. ഐദർ ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ് ഡൗൺ. ആ ഒരു രീതിയിലാണ് നമ്മുടെ മാർക്കറ്റ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നാളെയും മാർക്കറ്റ് ഒരു ഗ്യാപ്പിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോണത്. വേണമെങ്കിൽ എന്റെ വാക്ക് തെറ്റിച്ചുകൊണ്ട് വേണമെങ്കിൽ മാർക്കറ്റ് എന്താണ് ഒരേ റേഞ്ചിലൊക്കെ ഓപ്പൺ ചെയ്യാം. നാളെ എന്റെ വീഡിയോ അടിയിൽ വന്ന് വെറുതെ പൊങ്കാലിടരുത്. സോ ഇത് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുള്ള. നമുക്ക് നോക്കണ സമയത്ത് നമ്മളെ ലെവൽ ട്രേഡിംഗ്, ഫസ്റ്റ് നമ്മളെ ലെവൽ ട്രേഡിംഗ് പ്രകാരം നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ് കട്ട് ചെയ്തായിരുന്നു ഉച്ചയ്ക്ക് 1:45. ആ ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോയി. ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും അടുപ്പിച്ച ദിവസമായിരുന്നു. ബാങ്ക് നിഫ്റ്റി ട്രിഗർ ചെയ്തത് മാത്രമേ ഉള്ളൂ, എക്സിക്യൂട്ട് ആയിട്ടില്ലായിരുന്നു. മിഡ് ക്യാപ്പ് ട്രിഗർ ചെയ്ത് ആ ഭാഗത്തൊക്കെ തന്നെ കൊടന്ന് ക്ലോസ് ചെയ്താൽ മതി ചുരുക്കി പറഞ്ഞ. അപ്പൊ പറയണമെങ്കിൽ ട്രേഡബിൾ ആക്ഷൻസ് വന്നത് നമുക്ക് ഇന്ന് നിഫ്റ്റിയിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മുടെ മെന്ററിംഗ് ബാറ്റിലുള്ളവർക്കെല്ലാം JPയുടെ ട്രേഡ് സെറ്റപ്പ് ക്ലിയർ ആയി ട്രേഡ് കിട്ടിയായിരുന്നു. പിന്നെ ജെയിംസ് കാനലിന്റെ ട്രേഡ് സെറ്റപ്പ് ട്രിഗർ കിട്ടിയായിരുന്നു. അതുകൂടാതെ ഓപ്ഷൻസിന്റെ ടേബിളും ട്രിഗർ കിട്ടിയായിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മെന്ററിംഗ് ബാച്ചുകാർക്ക് കഞ്ഞു കുടിക്കാനുള്ള വകയെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് നല്ലൊരു ഗുഡ് ട്രേഡിംഗ് ഡേ ആയിരുന്നു കൃത്യമായിട്ട് മാർക്കറ്റിൽ അവസാനിച്ചത്. സോ നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മളെ മാർക്കറ്റിൽ നമ്മുടെ എന്തുവാണ് നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവിന്റെ പ്രതി ഇന്നലത്തെ ഒരു മിഡ് ക്യാപ്പ് നോക്കുന്ന സമയത്ത് ഇന്നലത്തെ വാല്യൂവിന്റെ ഹൈയുടെ ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്തു താഴേക്ക് ഇറങ്ങി ഇന്നലത്തെ പിഒസിയുടെ ഭാഗത്ത് റിജക്ഷൻ തന്ന ദിവസമായിരുന്നു. ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു. ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേയാണ്. ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവിന്റെ ലക്ഷണമൊക്കെ ഉണ്ടായെങ്കിൽ കൂടെ ഞാൻ ഒരു ഓപ്പൺ ഓപ്ഷനെ കണക്കാക്കുള്ളൂ, കാരണം വോളിയം വളരെ കുറവായിരുന്നു. ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേയാണ്. POC 12,554 ഭാഗത്താണ് POC ഇടുന്നത്. സോ ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്യാം. 12,554 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പിന്റെ POC ഞാനൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ട ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ഓർത്തോളൂ. ഇപ്പോഴും ഇന്നത്തെ ഹൈ അല്ലെങ്കിൽ 12,650 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കൂ. എത്രയാണ്? 12,650 മുകളിൽ 12,650 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് മിഡ് ക്യാപ്പിൽ ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെ 12,650 മുകളിൽ ചിന്തിക്കുന്ന മാർക്കറ്റ് എങ്ങോട്ട് പോകും? ഫസ്റ്റ് ടാർഗറ്റ് 12,695 ഭാഗത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ് പോവാനുള്ള ചാൻസ് ഉണ്ട്. സെക്കൻഡ് ടാർഗറ്റ് 12,754 എന്ന് പറഞ്ഞ ഈ ഒരു വാല്യൂവിന്റെ ഹൈയുടെ ഭാഗത്തിലാണ് 12,754 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് 12,754 ഭാഗത്തേക്കും. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ 792 എന്ന് പറഞ്ഞാൽ ഈ POC 12,790 എന്ന് പറഞ്ഞാൽ ഈ POCയുടെ ഭാഗം 792 ഭാഗത്തേക്ക് ഈ POCയുടെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. ഈ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഇനി എടുക്കുന്നത് പറഞ്ഞാൽ 12,404 12,400 താഴെ 12,400 താഴെ ഞാൻ ഇന്നലത്തെ POC 12,400 താഴെ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. അങ്ങനെയാണെങ്കിൽ ആ സെല്ലിംഗ് ഫസ്റ്റ് വരുന്നത് 12,350 ഭാഗത്തേക്ക് 12,350 ഭാഗത്തേക്ക് വരും. സെക്കൻഡ് ടാർഗറ്റ് 12,300 ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 12,251 എത്രയാണ്? 12,251 ഭാഗത്തേക്ക്. ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയാനുള്ള ദിവസം. ഓപ്പൺ ഓപ്ഷൻ നോർമൽ വേരിയേഷൻ അപ്പാണ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയാനുള്ള ഒരു ട്രേഡ് സെറ്റ്. നാളെ ട്രേഡ് സെറ്റപ്പ് എന്ന് പറയുമ്പോൾ മിഡ് ക്യാപ്പിൽ ഈ ഒരു ഉന്നത സ്പൈക്ക് ഹൈക്ക് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ POCയുടെ ഭാഗത്തേക്ക് 12,800 ഭാഗത്തേക്ക് ഒരു മീൻ റിവേർഷൻ വേണമെങ്കിൽ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പോസിബിൾ ആണ്. ഒരു റേഞ്ചിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് മിഡ് ക്യാപ്പ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? 12,000 13,000 എന്നുള്ള ലാർജ് റേഞ്ചാണ് മിഡ് ക്യാപ്പിൽ ഇപ്പോഴും എസ്റ്റാബ്ലിഷ് ആയി നിൽക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റി ഒരു ഓപ്പൺ ഓപ്ഷൻ പ്യൂർലി ബാലൻസ് ആയിരുന്നു. ചെറിയൊരു സ്പൈക്ക് നോർമൽ വേരിയേഷൻ അപ്പോൾ ഇത് സ്മോൾ സ്പൈക്കാണ്. 52,815 മുകളിലുള്ള ഉണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റിൽ ഒരു ബൈയെ കുറിച്ച് വരുന്നുള്ളൂ. 12,815 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ
52,815 മുകളിൽ നിൽക്കുന്നത് മാത്രമേ ഒരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ. ഇന്നത്തെ POC വന്നത് 52,187 ഭാഗത്ത് 52,187 ഭാഗത്തേക്ക് ആ POC ഒന്ന് വന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് നോക്കേണ്ടത് സെൽ ബെയറിഷ് റെഫറൻസ് 51,955 51,955 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 51,823 51,823 ഭാഗത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഉണ്ട്. സെക്കൻഡ് ടാർഗറ്റ് 51,600 ഭാഗത്തേക്ക്. എത്രയാണ്? 51,600 ഭാഗത്തേക്കായാലും തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 51,000 എത്രയാണ്? 51,467 എത്രയാണ്? 51,467 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. സോ ഒരു ഓപ്പൺ ഓപ്ഷൻ നോർമൽ വേരിയേഷൻ ആണ് പോകുന്നത്. സ്മോളർ സ്പൈക്ക് എന്ന് വേണമെങ്കിൽ ബാങ്ക് നിഫ്റ്റി പറയാം. ഇനി ബാങ്ക് നിഫ്റ്റി 52,815 മുതൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 52,943 എന്ന് പറഞ്ഞ പഴയ ഒരു വാല്യൂ ഏരിയ 52,943 എന്ന് പറഞ്ഞ വാല്യൂ ഏരിയ ഹൈയുടെ ഭാഗത്തേക്ക് വരാം. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അടുത്തത് ഈ ഓപ്പണിംഗ് 53,138 എത്രയാണ്? 53,138 എന്ന് പറഞ്ഞ ഈ ഒരു ഇമ്പോർട്ടന്റ് ഏരിയയുടെ ഭാഗത്തേക്ക് വരാം. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 53,335 എത്രയാണ്? 53,330 53,330 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എനിക്ക് പറഞ്ഞാൽ 52,815 മുകളിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബൈയിങ് മൂവ്മെന്റ് ആക്റ്റീവ് ആവുള്ളൂ. ആ ബൈയിങ് മൂവ്മെന്റ് മാർക്കറ്റ് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. നാളെ ട്രേഡബിൾ ആക്ഷൻ എന്ന് പറയുമ്പോൾ 52,815 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു സിംഗിൾസ് ക്ലിയർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു POCയുടെ ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി മീൻ റിവേർഷൻ വരാം. ഇല്ല 51,955 പൊട്ടയാണെങ്കിൽ ഈ ഒരു POC 51,593 POCയുടെ ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റിക്ക് ഒരു മീൻ റിവേർഷൻ വെച്ചിട്ട് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചും പോസിബിൾ ആണ്. ഇതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ട്രേഡ് പാൻ എന്ന രീതിയിൽ പറയാൻ വേണ്ടി ഉള്ളത്. നിഫ്റ്റി തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ പോലെ ആകെപ്പാടെ നമ്മുടെ ലെവൽ ട്രേഡ് ട്രിഗർ ആയ ടാർഗറ്റ് ആയ ദിവസം നിഫ്റ്റി ഒരു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് നോർമൽ വേരിയേഷൻ അപ്ഡേയാണ്. POC നിൽക്കുന്ന 22,955 ഭാഗത്താണ്. ട്രെൻഡിങ്ങിന്റെ സ്ട്രക്ചർ ഒന്നും നിഫ്റ്റിയെ സംബന്ധിച്ച് വന്നിട്ടില്ല. ഞാൻ POC ഒന്നും മെർജ് ആയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയാം. 22,955 ഭാഗത്തേക്ക് ആ POC ഞാൻ 956 22,956 ഭാഗത്തേക്ക് ഞാൻ ആ POC ഒന്ന് കൊണ്ടുവന്നു. ഇനി ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 22,840 ഭാഗം 22,840 താഴെ നമുക്ക് സെല്ലിംഗ് 22,840 താഴെ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 22,795 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സെക്കൻഡ് അടുത്തത് 22,720 എത്ര? 22,720 22,720 ഭാഗത്തേക്ക് വരാനും അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 22,6 എത്ര ഈ ഭാഗം എത്രയാണ്? 22,670 ഭാഗത്ത് എത്രയാണ്? 22,670 ഭാഗത്തേക്കും നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. 22,6 ഈ ഒരു ഏരിയ ആണ്. ഈ ക്ലോസിംഗ് അല്ലെങ്കിൽ എമ്മിന്റെ എച്ചിന്റെ ഹൈ ലോവർ പാർട്ടിന്റെ ഭാഗത്തേക്കാണ് വരാം. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് 840 പൊട്ടാണെങ്കിൽ ഈ പറഞ്ഞ റെഫറൻസ് ലെവലൊക്കെ ടച്ച് ചെയ്യാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ട ബൈയിങ് എന്ന് പറയുന്നത് ഹൈ അല്ലെങ്കിൽ 23,170 മുകളിൽ ഞാൻ ബൈ എടുത്തു. എത്രയാണ്? 23,170 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കണം. അതെങ്ങനെ വരും? ഫസ്റ്റ് ടാർഗറ്റ് 23,000 എന്നെ സംബന്ധിച്ച് പറയുന്നത് ഫസ്റ്റ് ടാർഗറ്റ് 23,220 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റാണ് 23,220 ഭാഗത്തേക്ക് വരാം. 23,220 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 23,277 സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 23,277 ഈ ഒരു സിംഗിൾ പ്രിന്റ് കണ്ട വാല്യൂ ഏരിയ അല്ലോ 23,277 ഭാഗത്തേക്കും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ ഈ POC ആയ 23,361 എത്രയാണ്? അത് എത്രയാണ് വരുന്നത്? 23,361 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ 23,277 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ POCയുടെ ഭാഗത്തേക്ക് വീണ്ടും ഇതാകാം. അതാണ് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള നാളത്തേക്കുള്ള റെഫറൻസ് ലെവൽ. സോ നിഫ്റ്റിയിൽ ട്രേഡ് ഓപ്പൺ ആയിരിക്കുന്നത് നിങ്ങൾ ഈ 23,277 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 23,361 ഭാഗത്തേക്ക് നിഫ്റ്റി ഒരു മീൻ റിവേഴ്സൽ നിർത്താം. ഇല്ല 23,039 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 22,955 ഭാഗത്തേക്കും അതിന് താഴെ 22,840 താഴെ നിൽക്കുകയാണെങ്കിൽ തിരിച്ച് ഈ POC 22,645 ഭാഗത്തേക്ക് ഒരു മീൻ റിവേഴ്സൽ നൽകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നാളെ ട്രംപിന്റെ ദിവസമാണ്. അപ്പൊ ട്രംപ് ഇന്ന് രാത്രി എന്ത് പറയുന്നോ അതായിരിക്കും നാളത്തെ മാർക്കറ്റിൽ വരാൻ പോകുന്നത്.
സൂക്ഷിച്ചും കണ്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുക. രാത്രി മാർക്കറ്റിൽ നിന്ന് വാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. നാളെ കാലത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ എവിടെ നോക്കിയിട്ട് ബാക്കി ട്രേഡ് ഡിസിഷൻസ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പോവുക. ഈ വരാൻ പോകുന്ന ഏപ്രിലില് ഈ ഏപ്രിലില് ഞങ്ങളുടെ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ബാച്ചിന്റെ പുതിയൊരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു മെന്ററിംഗ് കം മെമ്പർഷിപ്പ് എന്നൊരു ബാച്ചാണ്. അഡ്വാൻസ് ആയിട്ട് ഇതിൽ പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ബാച്ച് ഒരു ട്രേഡറെ എങ്ങനെ ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്യാനും ആ കംപ്ലീറ്റ് ചെയ്ത ജേർണി വെച്ച് എങ്ങനെ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ കൂടുതൽ അറിയാൻ DMI നമ്പർ. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഡേ.